Welcome to Mathseon Statistical Assistant Exam Series section. So, നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോർ വിച്ച് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ പോയിസൺ റാൻഡം വേരിയബിൾ ആണോ, ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണോ, നെഗറ്റീവ് ബൈനോമിയൽ ആണോ, നൺ ഓഫ് ദി എബവ് അല്ലെ. അപ്പം എക്സ്പെക്ടേഷനും വേരിയൻസും സെയിം ആവുന്ന കണ്ടീഷൻ ഏതിനാണ് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത് അല്ലെ. സോ ഒരു റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് അത് പോയിസൺ റാൻഡം വേരിയബിൾ ആണ് എങ്കിൽ നമുക്ക് വിത്ത് പാരാമീറ്റർ ലാംഡ എന്ന് പറയാം അല്ലെ. പോയിസൺ റാൻഡം വേരിയബിളിന്റെ പാരാമീറ്റർ ലാംഡ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ലാംഡ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ വേരിയൻസും എന്ത് തന്നെയാണ്, ലാംഡ തന്നെയാണ് അല്ലെ. സോ പോയിസൺ റാൻഡം വേരിയബിളിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും എന്താണ്, സെയിം ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ട്രൂ ആയിട്ട് വരിക. ഇനി ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആയിരുന്നു എങ്കിൽ, എക്സ് എന്ന് പറയുന്നത് ബൈനോമിയൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ബി എൻ പി അല്ലെ, വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി ആണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരുന്നു, എൻ ടൈംസ് പി ആയിരിക്കും. ആൻഡ് വേരിയൻസ് ഓഫ് ദിസ് എക്സ് വിൽ ബി ഈക്വൽ ടു എൻ പി ക്യൂ അല്ലെ. സോ എക്സ്പെക്ടേഷനും വേരിയൻസും ബൈനോമിയലിന്റെ കേസിൽ എന്തല്ല, സെയിം അല്ല. ഇനി എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ബൈനോമിയൽ ആണ് നമ്മൾക്ക് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് വിൽ ബി ഈക്വൽ ടു ആർ ആൻഡ് പി ആണ്. ആർ ആൻഡ് പി അതിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരിക്കും വരുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് പി, ദാറ്റ് ഇസ് ആർ ഇൻറ്റു ക്യൂ എന്ന് നമുക്ക് പറയാം, ഡിവൈഡഡ് ബൈ പി. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എന്തായിരിക്കും, ആർ ഇൻറ്റു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ആണ് നമ്മൾക്ക് വേരിയൻസ് തരിക. സോ നെഗറ്റീവ് ബൈനോമിയലും ബൈനോമിയലിന്റെ രണ്ടിന്റെയും കേസിൽ നമ്മൾക്ക് എന്തല്ല, വേരിയൻസും എക്സ്പെക്ടേഷനും സെയിം അല്ല. സോ വേരിയൻസും എക്സ്പെക്ടേഷനും സെയിം ആവുന്നത് എപ്പോൾ മാത്രമാണ്, അത് പോയിസൺ റാൻഡം വേരിയബിൾ ആവുന്ന സമയത്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും സെയിം വാല്യൂ വരുന്നത് അല്ലെ. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ട്രൂ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വിത്ത് കോമൺ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. സോ എക്സും വൈയും നമുക്ക് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോമൺ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ. സോ എക്സ് നമ്മൾക്ക് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ തീറ്റ. ആൻഡ് ഓൾസോ വൈയും എന്താണ്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ തീറ്റ അല്ലെ. ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ എക്സ് മൈനസ് വൈന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഡിഫറൻസ് ഓഫ് ടു ഇൻഡിപെൻഡന്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത് വിത്ത് പാരാമീറ്റർ വിത്ത് സെയിം പാരാമീറ്റർ വിൽ ബി എന്തായിരിക്കും, അത് ഫോളോ ചെയ്യുന്നത് ലാപ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ലാപ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് ഫോളോ ചെയ്യുക. എങ്ങനെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് എം ജി എഫ് ഓഫ് എം എക്സ് ഓഫ് ടി അല്ലെ. എം എക്സ് ഓഫ് ടി അതായത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് നമുക്ക് എന്തായിരിക്കും, 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ ഇൻവേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമ്മൾക്ക് എന്ത് വരും, എം എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ടി ഹോൾ ഇൻവേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എം വൈ ഓഫ് ടി നമുക്ക് എന്ത് വരും, 1 മൈനസ് ടി ഹോൾ ഇൻവേഴ്സ്, രണ്ടും സെയിം ആണ്. ആൻഡ് എം ജി എഫ് ഓഫ് ദിസ് എം ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു, നമുക്ക് അതിന് ഈക്വലന്റ് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് മൈനസ് ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് ഈക്വലന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 ബൈ 1 മൈനസ് ടി അല്ലെ. 1 മൈനസ് ടി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ 1 മൈനസ് ടി ആണ്. സോ 1 ബൈ 1 മൈനസ് ടി ഇൻറ്റു 1 ബൈ ടിക്ക് പകരം ആരാണ്, മൈനസ് ടി ഉണ്ട്. സോ 1 മൈനസ് മൈനസ് ടി ദാറ്റ് ഇസ് 1 പ്ലസ് ടി. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായി, 1 ബൈ 1 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. സോ ഇത് എന്തിന്റെ എം ജി എഫ് ആണ്, ദിസ് ഈസ് ദി എം ജി എഫ് ഓഫ് ലാപ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ലാപ്ലേസ് ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് ആണ് എന്ത്, 1 ബൈ 1 മൈനസ് ടി സ്ക്വയർ. സോ നമുക്ക് എന്ത് പറയാം, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലാപ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് പറയാം.
Next question, if x and y are two gamma variates, a gamma of n1 and gamma of n2 ആണ്, then the distribution of x by y അല്ലെങ്കിൽ x minus y നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. x by y എന്ന് പറയുമ്പോൾ ഇവിടെ x minus y. So x ഫോളോ ചെയ്യുന്നത് എന്താണ്, ഗാമ ഓഫ് n1 തീറ്റ, അതുപോലെ തന്നെ y ഫോളോ ചെയ്യുന്നത് ഗാമ ഓഫ് n2 and തീറ്റ അല്ലെ. സോ എക്സ് പ്ലസ് അങ്ങനെയാണ് എങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും ഫോളോ ചെയ്യുക, സം ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ എഗെയിൻ എന്താണ്, ഗാമയാണ്. പക്ഷേ ഡിഫറൻസ് ഓഫ് ദിസ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഇസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ് ഫോളോ ചെയ്യുക, അത് ബീറ്റ ബീറ്റ പ്രൈം ആണ് നമ്മൾക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഇസ് ബീറ്റ പ്രൈം ഓഫ് n1 കോമ n2. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് വിത്ത് n1 ആണ്. സോ ബീറ്റ പ്രൈം ഓഫ് n1 ആൻഡ് n2 ആയിരിക്കും എന്ത് ഫോളോ ചെയ്യുക, എക്സ് മൈനസ് വൈ, അതായത് എക്സ് ഓവർ വൈ എന്ന് പറയുന്ന എക്സ് മൈനസ് വൈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. സം ആണ് എങ്കിൽ സം ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻസ് എന്ത് ഫോം ചെയ്യും, എഗെയിൻ എക്സും വൈയും ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഗാമ ആയിരിക്കും. പക്ഷേ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഫോളോ ചെയ്യുന്നത് ബീറ്റ പ്രൈം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഇസ് എ പോയ്സൺ വേരിയേറ്റ് വിത്ത് പാരാമീറ്റർ ലാംഡ. അപ്പോൾ എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ. ദെൻ ദ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ബേസ്ഡ് ഓൺ എ സിംഗിൾ ഒബ്സർവേഷൻ എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ്പെക്ടേഷൻ ഓഫ് സം എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം, ഇ റേസ് ടു മൈനസ് 3 ലാംഡ എന്ന് നമ്മൾക്ക് കിട്ടണം. ആ എക്സ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണല്ലോ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അപ്പം എക്സ് എന്താ ഫോളോ ചെയ്യുന്നത്, പോയ്സൺ വേരിയബിൾ ആണ്. സോ പോയ്സൺ വേരിയേറ്റ് ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ divided by x factorial അല്ലെ. a raised to minus lambda into lambda raised to x by x factorial ആണ് corresponding probability അല്ലെ. so e raised to x expectation of x is capital X is equal to x കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, that is summation x into corresponding p of x ആണ്. p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ e raised to minus lambda raised to x by x factorial അല്ലെ. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്കത് റിട്ടേൺ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് നോക്കുന്നു. സോ എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എടുക്കുന്നത് -3 റേസ് ടു എക്സ് എടുത്തു. സോ എക്സ് ഇസ് ഈക്വൽ ടു -3 റേസ് ടു എക്സ് എടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് -3 റേസ് ടു എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, സമ്മേഷൻ ഓഫ് -3 എക്സ് പി ഓഫ് എക്സ് ഇവിടെ എന്താണ്, ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ x factorial. So that is equal to e raised to minus lambda is a constant ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. summation -3 raised to x lambda raised to x divided by x factorial അല്ലെ. അപ്പൊ ഇൻ ജനറൽ സമ്മേഷൻ a raised to x into lambda raised to x by x factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് e raised to a lambda ആണ് അല്ലെ. സോ ഹിയർ നമുക്ക് എന്തായിട്ട് മാറി, e raised to minus lambda into e raised to എക്ക് പകരം ഇവിടെ -3 ഉണ്ട്. സോ -3 ലാംഡ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -4 ലാംഡ. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു, ഇ റേസ് ടു -3 ലാംഡ അല്ലെ. സോ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്കോപ്പ് ഉണ്ട്, ഓപ്ഷൻ ബി ട്രൂ ആവും എന്നുള്ളത് അല്ലെ. കാരണം 3ക്ക് പകരം അവിടെ എന്താണ്, -2 ആണ്. സോ -2 റേസ് ടു എക്സ് എന്ന് വന്നു. സോ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു -2x ജസ്റ്റ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത്, ഇ റേസ് ടു -3x പകരം എന്ത് കൊടുക്കുക, -2x കൊടുക്കുക. ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ കോമൺ എടുത്തു കഴിഞ്ഞാൽ -2 റേസ് ടു എക്സ് ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ x factorial. So that is equal to e raised to minus lambda, e raised to -2 lambda. So that is equal to എന്ത് കിട്ടി, e raised to -3 lambda എന്ന് കിട്ടി. That is x നമുക്ക് എന്താണ് വരുന്നത്, e raised to -2 raised to x ആണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഇതിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ബേസ്ഡ് ഓൺ എ സിംഗിൾ ഒബ്സർവേഷൻ x എന്ന് പറയുന്ന ആ x എന്താണ്, -2 raised to x ആണ് അല്ലെ. സോ ഇതാണ് നമ്മൾക്ക് എന്ത്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1, -1.5, 2, 0.75, 1.7, 1.2 is a random sample from the uniform distribution over minus theta theta where theta is greater than 0. The maximum likelihood estimator. അല്ലേ? സോ MLE ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ തീറ്റ ഓഫ് ദാറ്റ് ഇസ് തീറ്റ ഓഫ് തീറ്റയുടെ MLE ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മൈനസ് തീറ്റ തീറ്റ അല്ലെ? സോ MLE കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഓഫ് ദിസ് ഈച്ച് എക്സൈകളുടെ മോഡുലസിന്റെ മാക്സിമം എടുത്താൽ മതി. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി എക്സൈകൾ തന്നിട്ടുണ്ടല്ലോ. -1ന്റെ മോഡുലസ് നമുക്ക് എന്താ വരിക? 1. -1.5ന്റെ മോഡുലസ് നമ്മൾക്ക് എന്തായിരിക്കും വരുന്നത്? 1.5. നെക്സ്റ്റ് 2ന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ 2. മോഡുലസ് വാല്യൂ ഓഫ് 0.75 is 0.75 തന്നെ വരും. And one modulus value of this 1.7 will be again 1.7 and 1.2 യുടെ മോഡുലസ് വാല്യൂ is 1.2. സോ ഇതിൽ ഏതാണ് മാക്സിമം വരുന്നത്? 2 ആണ് നമ്മൾക്ക് മാക്സിമം വരുന്നത് അല്ലേ? സോ മാക്സിമം വാല്യൂ വിൽ ബി 2. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് എന്ത് വരിക? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, a simple random sample of size 3 is drawn from a population of n units. So total n size ഉള്ള population ആണ്. അവിടെ നമ്മൾ sample of size എത്ര എടുത്തിരിക്കുന്നത്? 3 അല്ലെ? With replacement ആണ്. So the probability that the same unit appears in the 3 draws ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. So നമുക്ക് ഇതിനൊരു generalized form പറയാം. That is number of samples of size small n അല്ലെ? നമ്മളിപ്പോ ഇവിടെ 3 എടുത്തിരിക്കുന്നത് പകരം സൈസ് ഒരു സ്മോൾ n drawn using simple random അല്ലെ? drawn using a simple random sample with replacement അല്ലെ? from a population of size capital N. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു പോപ്പുലേഷൻ ഓഫ് സൈസ് ക്യാപിറ്റൽ N സൈസിലുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സ്മോൾ n സൈസിലുള്ള സാമ്പിൾ ആണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. വിത്ത് എന്ത് സ്ട്രാറ്റജിയാണ്? സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ എന്തായിരിക്കും? n റേസ് ടു ക്യാപിറ്റൽ N ആയിരിക്കും നമ്മൾക്ക് അതിന്റെ ഇക്വേഷൻ. ഗിവൺ ബൈ n raised to capital N. So അതിന്റെ corresponding probability അപ്പോൾ എന്തായിരിക്കും? Probability of choosing this will be equal to 1 by n raised to n. അപ്പോൾ ഇവിടെ നമ്മൾക്ക് n-ന് പകരം സ്മോൾ n-ന് പകരം നമ്മൾക്ക് 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ correspondingly probability എന്തായിരിക്കും? 1 by n raised to 3. That is option A ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. Next question, stratified sampling belongs to the category of non-random sampling ആണോ, judgment sampling, random sampling and subjective sampling. ഈ stratified sampling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That is a method of dividing a population into distinct subgroups അല്ലെങ്കിൽ distinct stratas and then randomly എന്താണ് sampling them into ഈച്ച് സ്ട്രാറ്റം. അതായത് നമ്മൾക്ക് എന്താണ്? അതെന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പോപ്പുലേഷൻ എടുത്തു അല്ലെ? അതിനെ ഡിസ്റ്റിങ്ക്റ്റ് സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നോൺ റാൻഡം സാമ്പിളിംഗ് ആണോ, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആണോ, റാൻഡം സാമ്പിളിംഗ് ആണോ, സബ്ജക്റ്റീവ് സാമ്പിളിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് എന്താണ്? അതൊരു റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ റാൻഡം സാമ്പിളിംഗ് എന്ന് ഈ സാമ്പിൾ ഉള്ളിലുള്ള നമ്മൾ ഈ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ഫോമിലാണ്? റാൻഡം രീതിയിലാണ്. അതിൽ നമ്മൾ ജഡ്ജ്മെന്റൽ അല്ല. ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്തിട്ട് വാല്യൂ ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. നോൺ റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം അല്ലാത്ത രീതിയിൽ. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുന്നുണ്ടാവും അല്ലെ? സോ അതൊന്നും അല്ല. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സ്ട്രാറ്റാസ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഫോം ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലെ? സോ അതിനകത്ത് ഈ ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാറ്റാസ് ഫോം ചെയ്യുന്നത് നമ്മൾ ഏത് ഫോമിലാണ്? അവിടെയുള്ളത് റാൻഡം മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ട്രാറ്റാസ് നമ്മൾക്ക് ഫോം ചെയ്യുന്നത് അല്ലെ? സോ നമ്മൾക്ക് റാൻഡം സാമ്പിളിങ്ങിന് എക്സാമ്പിൾ ആയിരിക്കും.
Next question, the standard error of sampling distribution of median is given by. That is, standard error of median ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദിസ് മീഡിയൻ എന്ന് പറയുന്നത് is nothing but the standard deviation of the distribution of sampling median അല്ലേ. സോ സാമ്പിളിംഗ് മീഡിയത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീഡിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. സോ നമ്മൾക്ക് അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക, ദാറ്റ് ഇസ് സിഗ്മ ഓഫ് റൂട്ട് ഓഫ് π/2n ആണ് നമ്മൾക്ക് എന്ത് തരിക, സാമ്പിളിംഗ് എറർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീഡിയൻ തരുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി, sigma/√of π/2n വരുന്നത്. നെക്സ്റ്റ്, ഇൻ ആൻ RBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണ്. ദ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് എഫക്ട്സ് ഈസ് ട്രീറ്റഡ് വിത്ത് ദി എഫ് റേഷ്യോ വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നിരിക്കുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 4,20 അല്ലെ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൺസിഡേർഡ് ഇൻ ദിസ് ഡിസൈൻ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വിൽ ബി ഈക്വൽ ടു A into B ആണ്. എന്താണ് ഈ എയും ബിയും, നമ്മൾക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നിരിക്കുന്നത്, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആക്ച്വലി നമ്മൾക്ക് എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു A ordered pair A-1 into that A, A-1 A-1 into B-1. സോ ഇതാണ് നമ്മൾക്ക് എന്ത്, ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ഓൾറെഡി ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾക്ക് 4 and 20 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോ 4 and 20 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, A-1 and A-1 into B-1 അല്ലെ. സോ A-1 ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർഡർ കോർഡിനേറ്റ് പേഴ്സ് ആണല്ലോ. സോ കോർഡിനേറ്റ് ആകുമ്പോൾ ഓരോ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ A-1 is equal to 4 എന്ന് കിട്ടി. സോ A-1 4 ആണെങ്കിൽ നമുക്ക് അവിടുന്ന് A വാല്യൂ നമ്മൾക്ക് 5 എന്ന് കിട്ടും അല്ലെ. നെക്സ്റ്റ് ഇക്വേഷൻ എന്താണുള്ളത്, A-1 into B-1 is equal to 20. സോ ഇതിൽ ഓൾറെഡി നമ്മൾക്ക് A കിട്ടിയിട്ടുണ്ട്. സോ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5 - 1 4 ആണ്. സോ 4 into B-1 will be equal to 20 അല്ലെ. സോ B-1 will be equal to 20 divided by 4 5 വരും. സോ B will be equal to 6. ഇനി അപ്പൊ നമ്മൾക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾക്ക് കിട്ടി അല്ലെ. സോ A is equal to 5 B is equal to 6 ആണ്. സോ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് A into B ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് 5 into 6 6 5 30 ആണ് നമ്മൾക്ക് ആൻസർ വരിക. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. Next question, for the following 2/2 contingency table for 2 attributes, the value of chi-square. So chi-square വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇപ്പൊ chi-square വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് A, B കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇത് നമ്മൾക്ക് സ്മോൾ a, ഇത് നമ്മൾക്ക് B, ദിസ് ഇസ് C and ദിസ് ഇസ് D അല്ലെ. സോ chi-square കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, chi-square is equal to ടോട്ടൽ വാല്യൂ n, ക്യാപിറ്റൽ N ആയിട്ട് എടുക്കുകയാണെങ്കിൽ n into AD minus BC the whole square divided by A plus B times A plus C times B plus D times C plus D അല്ലെ. ഇതാണ് നമ്മൾക്ക് എന്ത് തരിക, chi-square വാല്യൂ തരിക. സോ ടോട്ടൽ n is equal to നമ്മൾക്ക് എത്രയാണ്, ടോട്ടൽ 50 plus 50 100 അല്ലെ. സോ n is equal to 100 ആണ്. AD minus BC, A into D എന്ന് പറഞ്ഞാൽ 20 into 40 that is 800 minus 300 the whole square divided by A plus B. A plus B is 50. So 50 into A plus C is 30 into B plus D is 70 and C plus D is 50 അല്ലെ. സോ ഇത് ചെയ്യണം. സോ ദാറ്റ് ഇസ് 100 into 500 സ്ക്വയർ ആണ്. സോ 2540 വരും അല്ലെ. സോ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നുണ്ടാവും, സോ 50 into 30 into 70 into 50
അല്ലേ? സോ നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത് പോവും. ദിസ് ഇസ് 4 zeros ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് പോയി. സോ ദാറ്റ് ഇസ് 5. സോ 5ഉം ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് കിട്ടും? 100 divided by 21. So 100 divided by 21 ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.